ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം കേരളത്തിന് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിന് ശേഷം തുടർന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃത്വ സംഗമത്തിലും ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. പുത്തരിക്കണ്ടത്ത് നിന്നും നമ്മുടെ പ്രതിനിധി വിനീഷ് ചേരുന്നു. വിനീഷ്, അവിടെ പ്രവർത്തകരെല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണോ? ഒരുക്കങ്ങളെല്ലാം എത്രത്തോളം പൂർണ്ണമായി കഴിഞ്ഞു? വലിയ ആവേശത്തിൽ തന്നെയാണോ അവിടെ നിന്നുള്ള കാഴ്ചകൾ? തീർച്ചയായിട്ടും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായ ഒരു നിമിഷമാണ് ഇന്ന് അവർക്ക് നടക്കാൻ പോകുന്നത്. കാരണം സംസ്ഥാന ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് അമിത്ഷാ എത്തിയിരിക്കുന്നു. അമിത്ഷാ അല്പസമയത്തിന് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു 11:30 മണിയോടുകൂടി അവരുടെ എല്ലാവരുടെയും കുറേ കാലത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് സംസ്ഥാന ഓഫീസിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നടത്താൻ പോകുന്നു എന്നതാണ് പ്രത്യേകത. ഒപ്പം തന്നെ വാർഡ് തല നേതൃസംഗമം, ഞാൻ നിൽക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഇവിടെ വാർഡ് തല നേതൃസംഗമം ഒരു 12 മണിയോടുകൂടി 11:30-ക്ക് സംസ്ഥാന ഓഫീസിൻ്റെ ഉദ്ഘാടനം നടത്തും. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരെ പുത്തരിക്കണ്ടത്തേക്ക് എത്തും. അവിടെ വാർഡ് തല നേതൃസംഗമം നടക്കും. ഈ നേതൃസംഗമത്തിൽ ഏകദേശം 25,000-ഓളം പേർ എത്തും എന്നാണ് ഇപ്പോൾ ബി.ജെ.പി. ജില്ലാ നേതൃത്വം കരുതുന്നത്. ഒപ്പം തന്നെ ഈ നേതൃസംഗമത്തിൻ്റെ പ്രത്യേകത ഇത്തരത്തിലാണ്. എല്ലാ പ്രവർത്തകരുമല്ല എത്തുന്നത്. എല്ലാ വാർഡ് തലത്തിലും, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വികസിത കേരളം എന്ന മുദ്രാവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബി.ജെ.പി. അത്തരത്തിലുള്ളൊരു #ടാഗ് നൽകിക്കൊണ്ടുള്ള ഒരു വലിയ തുടക്കമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കുറിക്കുന്നത്. അതിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനമാണ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുന്നോടിയായുള്ള പ്രവർത്തകരെ സജ്ജരാക്കാനുള്ള ഒരു ഒരുക്കം തന്നെയാണ് സംസ്ഥാന ഓഫീസിൻ്റെ ഉദ്ഘാടനം. ഒപ്പം തന്നെ ഈ വാർഡ് തല നേതൃസംഗമവും എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർഡ് തല നേതൃസംഗമം 12 മണിയോടുകൂടി തന്നെ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, വാർഡ് തല നേതൃസംഗമത്തിൽ പങ്കെടുക്കേണ്ടത് എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും 5 അംഗ ടീമിനെ ബി.ജെ.പി. ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. വികസിത വാർഡ് സമിതി എന്നാണ് ആ ടീമിനെ വിലയിരുത്തുന്നത്. ആ 5 അംഗ സമിതിയിൽപ്പെടുന്നവരാണ് ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് എത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു, രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകർ ഈ 5 അംഗ ടീമിലെ വാർഡ് തല വികസന സമിതിയിലെ അംഗങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. കൃത്യം 12 മണിയോടുകൂടി തന്നെ ഈ നമ്മൾ കാണുന്ന ഈ പുത്തരിക്കണ്ടം മൈതാനം നിറഞ്ഞു കവിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ആവേശോജ്വലമായ ഒരു പ്രതികരണം തന്നെയാണ് ഓരോ ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും അമിത്ഷായുടെ ഈ ഒരു സന്ദർശനത്തെ പ്രവർത്തകരും വളരെ ആവേശത്തോടു കൂടി കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. നമ്മോടൊപ്പം ബി.ജെ.പി. നേതാക്കളും ഒപ്പം ചേരുകയാണ്. രാജീവാണ് നമ്മോടൊപ്പം ചേരുന്നത്. വലിയ പ്രതീക്ഷയിലാണല്ലോ ഇത്തവണ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിലാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കേരളത്തിലുമുള്ള മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഉത്സാഹത്തിലാണ് മുഴുവൻ പ്രവർത്തകരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്. അത് ഔദ്യോഗികമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കാൻ പോവുകയാണ്. ഓരോ ബി.ജെ.പിയുടെ പിൻതലമുറക്കാർ നടത്തിവെച്ച, ഓരോ പഴയകാല പ്രവർത്തകരും തുടങ്ങി വച്ച ഒരു പ്രയത്നം, ഒരു സംസ്ഥാന ഓഫീസ് കേരളത്തെ മുഴുവൻ സംഘടനാ തലത്തിൽ ബി.ജെ.പിയെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അത് വലിയ ആത്മവിശ്വാസം കൂട്ടുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കാൻ എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇവിടെയൊക്കെ വലിയ പ്രതീക്ഷയാണോ? എല്ലാ തവണയും ബി.ജെ.പി. പറയും ഞങ്ങൾ ഇത്തവണ വിജയിച്ച് കയറും എന്നൊക്കെ ഒരു നിലപാട് ബി.ജെ.പി. വ്യക്തമാക്കും. പക്ഷേ അതിനപ്പുറം ഒരു രാഷ്ട്രീയ വാചകങ്ങൾക്കപ്പുറം ഉള്ള ഒരു പ്രവർത്തന മികവുമാകുമോ ഇത്തവണ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള നമ്മുടെ പ്രവർത്തകരുടെ ഒരു ആഗ്രഹവും അഭിലാഷവുമായിരുന്നു ഒരു തലസ്ഥാന നഗരിലെ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. ആ ഓഫീസിന് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും ആത്മവീര്യവും വർദ്ധിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നേരത്തെ വിനീഷ് സൂചിപ്പിച്ച കണക്ക് എല്ലാ വർഷവും പറയുന്നത് കണക്കല്ല നമ്മൾ ഇപ്രാവശ്യം പറയണം. നമ്മൾ 2016-ഉം 2021-ഉം താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുന്ന പ്രക്രിയകൾ, പ്രതിഭാസങ്ങൾ ഏതെന്ന് കേട്ടാൽ കേരളത്തിലെ UDF-ഉം LDF
എഫും അതോടൊപ്പം തന്നെ മത തീവ്രവാദ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള നമ്മൾ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ 2021 ശേഷം ഈ രാജ്യത്തുണ്ടായിട്ടുള്ളതും ഈ കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വ്യതിയാനങ്ങൾ, അവസാനം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വ്യതിയാനങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പൊതുസമൂഹം കേരളത്തിനകത്തുണ്ട്. ആ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസനം മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കോ അതോ UDFനോ വികസനം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. നിലമ്പൂരാകട്ടെ എവിടെയായിരുന്നാലും വികസനം ചർച്ച ചെയ്യാൻ താല്പര്യം. അവർ പകരം ആരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള വർഗീയ തീവ്രവാദികളുടെ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുസാമാന്യം ഇന്ന് മനസ്സിലാക്കുന്നു, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസനം കേരളത്തിലെത്തണം. ആ കേരളത്തിലെത്തണമെങ്കിൽ കേരളത്തിലും നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ഒരു സംവിധാനം, ഭരണ സംവിധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഞങ്ങൾക്ക് കരുത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന്. കേരളത്തിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ആരും തന്നെ ഇല്ല. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, ഇന്നത്തെ നാട്ടിലെ നമുക്കറിയാം കീം പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പക്കാരുടെ വികാരങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. ഇവിടെ ആശാ വർക്കർമാർ പൈസ ഇല്ലാതെ റോഡിൽ അലയുന്നു. സമസ്ത മേഖല, ആരോഗ്യ മേഖലയിൽ പാരാസെറ്റമോൾ പോലും കൊടുക്കാനില്ലാത്തൊരു സർക്കാർ. അപ്പോൾ ഇതിനൊക്കെ ശാശ്വത പരിഹാരം എന്താണ്? കേരളത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ അതേ രീതിയിൽ നിലനിർത്തുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിനകത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതിന് ഊർജം പകരുന്നതാണ് ഇന്നത്തെ ഈ നേതൃയോഗം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വികസിത ടീമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഓരോ വാർഡ് തലത്തിലും 5 അംഗ വികസിത ടീം. ആ വികസിത ടീമിൻ്റെ പ്രവർത്തനമാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഫലം എന്ന് പറയുന്നത്. ഇപ്പോൾ സംഘടനാ തലത്തിൽ BJPക്ക് ഈ വികസിത ടീം എല്ലാ മേഖലകളിലും, എല്ലാ വാർഡുകളിലും, എല്ലാ മുനിസിപ്പൽ ഏരിയയിലേക്കും, എല്ലാ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 മാസക്കാലം കൊണ്ട് ഇത് വികസിത ടീം ഓരോ വാർഡുകളിൽ ഉണ്ടാക്കുക മാത്രമല്ല, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ലക്ഷ്യം ഓരോ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്ക്, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുക. ഇവിടുത്തെ ഭരണ സംവിധാനം അത് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അത് തെറ്റിദ്ധാരണ പരത്തുന്നു. അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ഓരോ ഓഫീസിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകുന്നു. ഓരോ ഓഫീസും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളുടെ ഭാഗമായി മാറുന്നു. ഓരോ വികസിത ടീം അംഗങ്ങളും കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിലെ അപജയം മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു കാണിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കരുത്തെന്ന് പറയുന്നത്. ഞങ്ങൾ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവേദിക്കുന്നു. വികസിത ടീം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ ഭരണ സംവിധാനത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. തീർച്ചയായിട്ടും രോഹിണി, വലിയ ആവേശം തന്നെയാണ് BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ ഉള്ളത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് കേരളത്തിൻ്റെ വികസനം എന്നത് തന്നെയാണ്. ആ വികസനം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകളിലും പലതവണ അദ്ദേഹം വ്യക്തമാക്കുന്നതും. അത് തന്നെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. ഈ വികസിത ടീമിൻ്റെ നേതൃയോഗം നടക്കുന്നതോടുകൂടി പ്രത്യേകിച്ച് രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന അമിത്ഷാ തന്നെ നേരിട്ട് ഈ വികസിത ടീമിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് അവർക്ക് ആവേശം പടരും, ആവേശം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP നേതാക്കളും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് സംസ്ഥാനത്ത് ഒരു കേന്ദ്രീകൃത ഓഫീസ് ഉണ്ടാകുന്നു, സംസ്ഥാന കാര്യാലയം ഉണ്ടാകുന്നു. മാരാർജി ഭവൻ എന്ന ഒരു നാമവിധേയത്തിൽ അവിടെ ഒരു ഭവനം തന്നെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് സാധാരണക്കാരായ BJP പ്രവർത്തകർക്കുമുള്ളത്. അതിൻ്റെ ആവേശവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയരുന്ന വലിയ ജനവിരുദ്ധ പ്രക്ഷോഭങ്ങൾ, ഇടതുപക്ഷ സർക്കാർ ഉയർത്തിയ ജനവിരുദ്ധ നയങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നാണ് BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അത് BJPക്ക് ഇത്തവണ വലിയ രീതിയിൽ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ BJP നടത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. വികസിത ടീം ഓരോ വാർഡ് തലത്തിലും നേരത്തെ BJP വാർഡ് തല കമ്മിറ്റികൾക്ക് പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അതിനെ മാറ്റി വികസിത ടീം എന്ന ഒരു രൂപം നൽകിക്കൊണ്ട് 5 പേർ അടങ്ങുന്ന ഒരു ടീമിനെ ഓരോ വാർഡ് തലത്തിലും അവരെ അത്തരത്തിൽ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വം പ്രധാനമായും മുൻകൈയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പങ്കെടുക്കുന്ന ഈ വേദിയിൽ വാർഡ് തല നേതൃസംഗമം എന്ന പേരിടുന്നത്. പ്രത്യേകിച്ചും BJP ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.